ഹേ ഗേസ്, ഞാൻ റാസി. നമ്മുടെ ഗ്യാരേജിന്റെ മുമ്പിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയ ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്ക് സൈഡിലൂടെ വെള്ളം ലീക്കായി പോകുന്നുണ്ട്. ഇതിന്റെ വാൽ കവർ പാക്കിംഗ് ലീക്ക് ഉണ്ട്. ഈ ഒരു ബാക്ക് സൈഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് സത്യം പറഞ്ഞാൽ ഇത് വണ്ടി വാങ്ങിയ ശേഷം ഇറങ്ങിയ ശേഷം ഇതാരും മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം കേട്ടോ. കാരണം ഈ ഒരു കൊറോഷൻ എല്ലാത്തിൻ്റെയും റീസൺ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനം ഇനി ബ്രേക്ക് ഡൗൺ വരാത്ത രീതിയിൽ വേണം നമുക്കിത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുറച്ച് ദൂരെയുള്ള ഒരു വാഹനമായിരുന്നു. അവർ യാത്ര പോകുന്ന വഴിക്കാണ് നമ്മുടെ ഗ്യാരേജിന് മുമ്പിൽ വെച്ച് ഇത് ബ്രേക്ക് ഡൗൺ ആയത്. ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്. ഹെഡ് ഗ്യാസ്കറ്റിനോ മറ്റോ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ലീക്കേജ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ കൂളിംഗ് സിസ്റ്റം റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇനി ഒരിക്കലും ഒരു ബ്രേക്ക് ഡൗൺ ഈ കാറിന് ഉണ്ടാവരുത്. അപ്പം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഓണർ പറഞ്ഞ കാര്യം, എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ബ്രേക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരുപാട് പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ്ഡ് കാർ മേടിച്ച് കഴിഞ്ഞ് നമ്മൾ അതുപോലെ നമ്മളത് ഓടിച്ചുകൊണ്ട് ഒരിക്കലും നടക്കരുത്. കാരണം മേടിച്ചിട്ട് നമ്മൾ എന്തായാലും അതൊന്ന് സർവീസ് ചെയ്യണം. അതായത് നല്ല എക്സ്പേർട്സിൻ്റെ അടുത്ത് നിങ്ങൾ കൊടുത്തിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആവും. പിന്നെ നിങ്ങളുടെ കാറിൽ ആരും കയറാതെയാവും കേട്ടോ. അതാണ് സത്യാവസ്ഥ. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിലെ കാലിപ്പർ പിന്നിന് കുഴപ്പമൊന്നുമില്ല. കാലിപ്പർ പിന്നൊക്കെ നമ്മൾ ഓൾറെഡി റീപ്ലേസ് ചെയ്യുന്നുണ്ട്, പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ബ്രേക്ക് പാഡിൻ്റെ ഒക്കെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. റൈറ്റ് സൈഡിലെ ബ്രേക്ക് പാഡ് ക്രോസ് ആയിട്ടാണ് തീരുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലിപ്പർ പിന്ന് സ്റ്റക്കാണ്. കാലിപ്പർ പിന്നൊക്കെ റെസ്റ്റ് പിടിച്ചിരിക്കുക കേട്ടോ. ഇത് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് വലിയ പ്രതീക്ഷയില്ല. പക്ഷെ നമ്മൾ ഗ്യാരേജിൽ നിന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ലെയ്ത്ത് കൊണ്ടുപോകേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മൾ WD-40 കാര്യങ്ങളൊക്കെ അടിച്ച് വെക്കുന്നുണ്ട്. ഈ ഒരു കാലിപ്പർ പിന്നെ ജാം ആകാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമ്മൾ ഷിം ഇടുന്ന കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഷിമ്മും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മാക്സിമം ഈ ഷിം ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഷിം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക. അതായത് കാറിൻ്റെ ബ്രേക്ക് പാഡ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീർന്നു പോകാൻ വേണ്ടി തുടങ്ങും. അപ്പം മാക്സിമം ഷിം ഇടുന്നത് ഒഴിവാക്കുക. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ കാലിപ്പർ പിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാലിപ്പർ പിന്ന് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് റിമൂവ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്ന സമയത്ത് നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ തന്നെ ശ്രമിക്കണം. കാരണം എന്നാൽ മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്ക് ആ ഒരു ബ്രേക്ക് ഡൗൺ വരാതിരിക്കുള്ളൂ കേട്ടോ നമ്മുടെ കാറിന്. അപ്പം കാലിപ്പർ പിന്ന് നമ്മൾ അയച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലിപ്പർ പിന്ന് അയച്ചെടുക്കുന്ന അവസാന ഘട്ടം കേട്ടോ. അതായത് ബാക്ക് സൈഡിലൂടെ ഹോൾ ചെയ്തിട്ട് അടിച്ചൂരിയെടുക്കണം. ഇതാണ് അവസാനത്തെ മാർഗം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റും നല്ല രീതിയിൽ സ്റ്റക്കാട്ടോ. ഓക്കെ, അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു വർക്കാണ് ഇത് ഗൈസ്. ഓക്കെ, അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഊരി വരില്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതിനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ സമയം ഇതിനെടുക്കുന്നുണ്ട്. പക്ഷെ ഒരു ആൾട്ടോയുടെ കാലിപ്പർ പിന്ന് അയക്കാൻ അവർക്ക് ലേബർ ചാർജ് എത്രത്തോളം മേടിക്കാൻ പറ്റുമെന്നും കൂടെ നിങ്ങൾ ആലോചിക്കണേ. ഓക്കെ, അപ്പോൾ എന്തായാലും നോ പ്രോബ്ലം. നമ്മൾ കാലിപ്പർ പിന്ന് ഫൈനലി നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം കാലിപ്പർ പിന്ന് ഊരിയെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് പുതിയ പിന്ന് നമുക്ക് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, പഴയ വാഹനങ്ങളാകുമ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് സർവീസ് സെൻ്ററോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായെന്ന് വരില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു കാർ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതാ നിങ്ങൾക്ക് ഇതിൻ്റെ പൈപ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പഴയ പൈപ്പിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പരിതാപകരമാണ്. കാരണം ഞാനിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം ഞാൻ ആ ലീക്കുള്ള ഭാഗം മാത്രം റിപ്പയർ ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഇതിൻ്റെ ഓണർ കുറച്ച് ദിവസം ഓടിക്കഴിയുമ്പം അടുത്ത ഭാഗം ലീക്ക് ആവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഹോസിൻ്റെ ഒക്കെ ഉൾഭാഗം ശ്രദ്ധിച്ചോ. അതായത് ഫുൾ കൊറോഷനാണ്. വെള്ളം എന്ന് പറയുന്ന സാധനം ഒഴിക്കാനേ പാടില്ല നമ്മുടെ റേഡിയേറ്ററിൽ. ഡിസ്റ്റിൽഡ് വാട്ടർ, കൂളൻ്റ്, ഈ 2 സാധനങ്ങൾ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതാ സംഭവിക്കുക. ഇപ്പം ഈ ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇതിൻ്റെ എഞ്ചിൻ്റെ ഇൻസൈഡ് എല്ലാം ഉള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊന്നും അത്ര ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് റെഗുലർലി കൂളൻ്റ് ചേഞ്ച് ചെയ്ത് അങ്ങനെ റെഡിയായി വരണം അത്. ഓക്കെ, അപ്പം ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം പലരും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക കേട്ടോ. പിന്നെ തെർമോസ്റ്റാറ്റ് കാറിൽ ഇടുകയില്ല.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ തെർമോസ്റ്റാറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനൊരു 10-400 രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇതുകൊണ്ട് ഒരുപാട് ഫങ്ഷൻസ് നമ്മുടെ കാറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും എടുത്ത് കളയാനുള്ള സാധനമല്ല എന്ന് പ്രത്യേകം നമ്മൾ ചിന്തിക്കണം കേട്ടോ. അതായത് നമ്മുടെ എഞ്ചിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന വാൽവാണിത്. ഓക്കെ, ഇത് റിയർ എൽബോ ഹോസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് അവിടെ ഒടിഞ്ഞു പോയത് കാണാൻ പറ്റും. റെസ്റ്റ് പിടിച്ച് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വർഷം. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ജസ്റ്റ് പിറകിലേക്ക് വലിച്ചപ്പോൾ തന്നെ അതിങ്ങ് പോന്നു. കാരണം അതുപോലെയാണ് അതിൻ്റെ അവസ്ഥ. കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കൂളൻ്റ് ഡിസ്റ്റിൽഡ് വാട്ടറാണ് നിങ്ങളുടെ കാറിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത്രത്തോളം റിസ്ക് ഒന്നും വരില്ല കേട്ടോ. ഓക്കെ, എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ജെനുവിൻ പാർട്സ് ആണ്. അതായത് മാരുതിയുടെ ജെനുവിൻ പാർട്സ് ആണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ തെർമോസ്റ്റാറ്റ് വാൽവ് എവിടെ വരുന്നതെന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. തെർമോസ്റ്റാറ്റ് വാൽവ് നമുക്ക് ഹൗസിങ്ങിലാണ് വരുന്നത്. ഹൗസിങ്ങിൻ്റെ അവിടെ ടോപ്പ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ഹോള് കാണാൻ പറ്റും. അത് ടോപ്പ് സൈഡിലേക്ക് വരണം കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ എയർ ബബിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഹോള് നമ്മൾ ടോപ്പ് സൈഡിലായിട്ട് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, അതിന് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പോർഷൻസ് എല്ലാം കഴിഞ്ഞു. എഞ്ചിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ. ഞാൻ കാണിക്കുന്നില്ല, അത്ര ക്ലിയർലി നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ഹോസുകളും ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കാണ് എയർ ഫിൽറ്റർ. അതായത് ഇതിൻ്റെ ഓണർ മേടിച്ച ശേഷം സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സർവീസുകൾക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷേ നമ്മളെല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ നോക്കുന്നുണ്ട് കേട്ടോ. എയർ ഫിൽറ്ററിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പുതിയത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 1:3 റേഷ്യോയിലാണ്. നമ്മൾ 1 ലിറ്റർ കൂളൻറ്റും 3 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറുമാണ്. അത് നമ്മുടെ കൂളൻറ്റിൻ്റെ ബ്രാൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ചില കൂളൻറ്റിൻ്റെ ആളുകൾ പറയുന്നുണ്ട് നമുക്കതിൽ വെള്ളം ഒഴിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട. ഡിസ്റ്റിൽഡ് വാട്ടർ വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു 5 ലിറ്ററിൻ്റെ ക്യാൻ ജസ്റ്റ് 100 രൂപയൊക്കെ കൊടുത്താൽ കിട്ടും. അപ്പം നമ്മൾ അധികം മാത്രം റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നും ഇതിലില്ല കേട്ടോ. 100 രൂപയുടെ മേലെ നമ്മൾ എന്ത് ലാഭിക്കാനാണ്. ഓക്കെ, അപ്പം നമ്മൾ കൂളൻ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു കാറിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒരു ലൈഫാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇതിൻ്റെ ഹെഡ് ഗ്യാസ്കറ്റ് ഒക്കെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. എല്ലാ ടെമ്പറേച്ചറിലും നമുക്ക് ഡ്രൈവ് ചെയ്യണം. കാരണം ഇത് ഹീറ്റ് ആയിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ ഹീറ്റ് ആവുന്ന സമയത്ത് ഹെഡിന് ബെൻഡെല്ലാം വരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മളതൊക്കെ വലിയ വർക്ക് ചെയ്താൽ മാത്രമേ റെഡി ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിൻ്റെ ബ്രേക്ക് ഷൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. റിയർ ബ്രേക്ക് ഷൂ, വീൽ സിലിണ്ടർ എല്ലാം റീപ്ലേസിങ് ആണ്. ഓക്കെ, എല്ലാം മാറിയിട്ട് കുറേ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വരാൻ പോകുന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് പെഡൽ താഴ്ന്നു പോയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ്. ബ്രേക്ക് ഷൂ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റീപ്ലേസ് ചെയ്യുന്നില്ല. കാരണം ബ്രേക്ക് ഷൂവിന് തിക്നെസ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ലിവർ സ്റ്റക്ക് ഉണ്ട്. അതായത് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് നമ്മൾ മേടിച്ച വാഹനം ശരിയല്ല, നമ്മൾ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ വാഹനം വിൽക്കുകയോ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ കരുതും ഇതൊന്നും ശരിയാക്കിയിട്ട് ശരിയാവുന്നില്ല, അപ്പോൾ നമുക്ക് ഈ കാറ് മാറ്റാമെന്നൊക്കെ കരുതി നമ്മൾ ആ കാറ് സെയിൽ ചെയ്യും. പക്ഷെ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സർവീസിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കാർ ഒരു പുതിയ കാറ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫ്രീ ആക്കിയിട്ടുണ്ട്. അതായത് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ആ ബ്രേക്കിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. അതായത് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ഫ്ലെക്സിബിൾ ആയിരിക്കണം. അപ്പം ബ്രേക്ക് ഷൂ ഏകദേശം ഓക്കെ ആയി. ഇതൊക്കെ ചെയ്താൽ കിട്ടിയില്ലെങ്കിൽ ഞാനിത് മാറ്റുമായിരുന്നു. പക്ഷെ ഇത് കുഴപ്പമില്ല, നമുക്ക് ഓക്കെ ആണ് ഇതിൽ. ഓക്കെ, ഇനി ഞാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. അതായത് ബ്രേക്ക് ഷൂ അഡ്ജസ്റ്റർ. ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. അതായത് ആള് ചെറിയൊരു സാധനമാണെങ്കിലും ആളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വളരെ വലുതാട്ടോ. ഓക്കെ, ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെയാണ്. അതായത് നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെ തിക്നെസ് കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനെ എക്സ്ട്രാ വലുതാക്കാൻ പറ്റും. ആ വലുതാക്കിയ സമയത്ത് ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് ബിയറിംഗ് ആണ്. റിയർ ബെയറിംഗ് നമ്മൾ 2 റീപ്ലേസ് ചെയ്തു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബിയറിംഗ് അഴിച്ചെടുത്തത്. കാരണം നമ്മുടെ ഗ്യാരേജിൽ കാർ വന്ന സമയത്ത് ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങൾ, ബ്രേക്സ്, കാരണം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വാഹനം ഓടിച്ചപ്പോഴാണ് ഈ ഒരു ബിയറിങ്ങിൻ്റെ സൗണ്ട് നമ്മൾ ശ്രദ്ധിച്ചത്. ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബിയറിങ് രണ്ടും നമ്മൾ റീപ്ലേസ് ചെയ്തു. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ബെയറിങ് സ്റ്റക്ക് ആവാൻ തുടങ്ങും. സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ വാഹനം തീരെ മൂവ് ചെയ്യാതൊക്കെ ആവും. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഒന്നും തന്നെ പോകണ്ട. അപ്പം നമ്മൾ ഇതെല്ലാം റീപ്ലേസ് ചെയ്തു. അപ്പം നിങ്ങളുടെ കാർ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പണികൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സർവീസ് ആട്ടോ. കാരണം
A to Z കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ കാറിന് കൊടുക്കുക. നിങ്ങളുടെ കാർ വീണ്ടും പുതിയൊരു കാർ പോലെ ഓടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലെ നമ്മളിതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്രണ്ടിലെ ബീഡിങ് വാൽവ് എല്ലാം തന്നെ ജാമാണ്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ സ്റ്റക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് പോകണം. കാരണം നമ്മൾ ഗ്രീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്താൽ വീണ്ടും കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു. നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വൈപ്പർ ബേഡ് നമുക്ക് റീപ്ലേസ് ചെയ്യണം. വൈപ്പർ ബേഡിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയത് മോശമായിരുന്നു. ഇപ്പം മഴക്കാലം തുടങ്ങാൻ വേണ്ടി പോകട്ടോ. അപ്പം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു ഡ്രൈവ് അങ്ങ് പോകുന്ന സമയത്തായിരിക്കും ഈ വൈപ്പറിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുക. അപ്പം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇത്രയും പൈസ മുടക്കി ഇതെല്ലാം ചെയ്തിട്ട് അവസാനം നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് കാണുന്ന സമയത്ത് നമുക്കൊരു വിഷമമായിരിക്കും. അപ്പം നമ്മൾ എല്ലാ ഭാഗങ്ങളും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്, കൂളൻ്റ് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞങ്ങൾ മാറിയതല്ല, മുന്നേ മാറിയതാണ്. ഓക്കെ, അധികം ആളുകളുടെയും ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാത്രം മാറിയാൽ വണ്ടി ഓക്കെ ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇത് കൂളൻ്റ് വീണ്ടും കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഒരുപാട് ഡ്രൈവ് ചെയ്തു, ഇതെല്ലാം ഫ്ലഷ് ചെയ്തു, ഫുൾ ക്ലീൻ ആണ്. അപ്പം ഗൈസ്, ഈ വർക്ക് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആണ്. നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. ഞാൻ റിസർവോയറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിലൊന്നും കൂളൻ്റ് കുറയുന്നില്ല. അതിലൊക്കെ കുറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവും. അത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം. ഓക്കെ ഗെയ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.